ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫിലിം മീഡിയ എഫ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സിനിമയെക്കുറിച്ച് ചർച്ചയാവുകയാണ്. SS രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന സിനിമയെക്കുറിച്ച്. 1100 കോടി രൂപയിൽ ഒരുക്കുന്ന ഒരു ഭീമൻ ചിത്രമാണ് SS രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രം. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമാവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ നടന്മാർ വാങ്ങുന്ന പ്രതിഫല തുകയും ചർച്ചയിലെ ഒരു കാരണമാകുന്നുണ്ട്. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നിവർക്കൊപ്പം മലയാളത്തിൻ്റെ പ്രിയതാരമായ പൃഥ്വിരാജും ഈ സിനിമയിൽ നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രതിഫലമാണ് ചർച്ചാ വിഷയം ആകുന്നത്. മഹേഷ് ബാബു രുദ്ര എന്ന കഥാപാത്രമായാണ് ഈ സിനിമയിൽ എത്തുന്നത്. അതോടൊപ്പം പ്രിയങ്ക ചോപ്ര മന്ദാകിനി എന്ന കഥാപാത്രവും കൈകാര്യം ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നിറഞ്ഞാടാൻ ഒരുങ്ങുകയാണ്. മലയാളത്തിൻ്റെ പ്രിയതാരം പൃഥ്വിരാജ് കുംഭ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ കൂട്ടുകെട്ടും ഇവരുടെ അഭിനയവും എല്ലാം കൂടി, രാജമൗലിയുടെ സംവിധാനം എല്ലാം കൂടി ചേരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഓളം തന്നെയായിരിക്കും ഈ സിനിമ നൽകുന്നതെന്ന് ഉറപ്പ് തന്നെയാണ്. തിയേറ്ററിൽ അങ്ങേറ്റം ഒരു ഓളം, ഒരു വൈഡ് ലെവലിലുള്ള സിനിമയായിരിക്കും ഇത്. എന്തായാലും അത് നല്ലതായിരിക്കും, നോക്കിക്കാണാം നമുക്ക്. റിപ്പോർട്ടുകൾ അനുസരിച്ച് SS രാജമൗലിയും മഹേഷ് ബാബുവും മുൻകൂട്ടി പ്രതിഫലമൊന്നും കൈപ്പറ്റുന്നില്ല. പകരം ചിത്രം ലാഭമായാൽ മാത്രമേ ഇവർക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. മഹേഷ് ബാബു നിർമ്മാതാക്കളോട് ചേർന്ന് 40% ലാഭവിഹിതം എന്ന രീതിയിലാണ് കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. പ്രിയങ്ക ചോപ്ര പ്രതിഫലമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് 30 കോടി രൂപയാണ്. വാരണാസിക്ക് വേണ്ടി മലയാളത്തിലെ പ്രിയതാരം പൃഥ്വിരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 കോടിയിലേറെ രൂപയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും രാജമൗലി ഒരുക്കുന്ന മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയായിരിക്കും വാരണാസി. ഈ സിനിമ എന്താണ്, എങ്ങനെയാണ് എന്നത് നമുക്ക് വരും നാളുകളിൽ കൂടുതൽ അറിയാൻ സാധിക്കും. ഈ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ചോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.